ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ജെന്നി കഴിഞ്ഞ ആഴ്ച വന്നില്ലായിരുന്നല്ലേ? ജെന്നി കഴിഞ്ഞ ആഴ്ച വന്നു. ഞാൻ 3-4 ദിവസം ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് ജെന്നി ജെന്നിന്ന് വിളിക്കരുത്. പല അസുഖമാണെന്ന് വിചാരിക്കൂലേ? എന്റെ പേര് ജെന്നിഫർ എന്നാ. അങ്ങനെ ഫുൾ പേരങ്ങ് വിളിച്ചാൽ 24 അല്ല ജെന്നിഫർ. ജെന്നിഫർ എന്ന് ഞാൻ വിളിച്ചോളാം. ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾ ആരെങ്കിലും എന്നെ തിരക്കിയായിരുന്നു? 28 വിളിച്ചിട്ടുണ്ട്. 28 വിളിച്ചാൽ ഇപ്പൊ എന്നെ കൊണ്ട് രക്ഷയില്ല. ഒന്നാമത്തെ കൈ 10 പൈസയില്ല. 28 പോകുമ്പോൾ ഒരു ചെറിയ മോതിരമെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? 28 നമ്പർ റൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? അവര് കുറെ ചീത്ത വിളിച്ചു. അത് സ്ഥിരമുള്ളതാണല്ലോ, അതെനിക്കൊരു വിഷയമേ അല്ല. അവിടുത്തെ ഷവർമ വർക്ക് ചെയ്യണില്ലെന്ന്. ഷവർമയോ? അതല്ല, അവിടുത്തെ ഷവർ വർക്ക് ചെയ്യണില്ലെന്ന്. അവിടെ ഒരു അമ്മയാണല്ലോ താമസിക്കണേ. ഷവർമ വർക്ക് ചെയ്യണ നമുക്ക് പ്രശ്നമില്ല. ഷവർമ ജെന്നിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കാം. എന്നോട് അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഷവർമ വേണ്ട, എനിക്ക് ബാർബിക്യൂ മതി. ഇനിയിപ്പോ ഞാൻ ബാറിൽ പോയി ക്യൂ നിൽക്കണോ? അടി തുടങ്ങിയോ? അപ്പൊ അടി തുടങ്ങേണ്ടി വരും. പിന്നെ എനിക്ക് അടുത്ത മാസം 9-ാം തീയതി ഒരു ലീവ് വേണം. എന്നാ കാര്യം? എന്റെ ചേച്ചിയുടെ മക്കളുടെ കല്യാണ. അപ്പൊ ഈ ലോഡ്ജ് മൊത്തത്തിൽ അങ്ങ് പൂട്ടി ഇടേണ്ടി വരും. അതെന്താ? 9-ാം തീയതി എനിക്ക് ലീവ് വേണം. എന്തിന്? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവിടെ ചേച്ചിയുടെ മകളുടെ കല്യാണ. ആ പരിപ്പേ ഈ കാലത്തിൽ വേവൂല. വേഗം ഇവിടുന്ന് പോണതിന് മുമ്പ് ഞാൻ വേവിച്ചെടുക്കും. ഹലോ ഹലോ മിസ്റ്റർ. എന്തോ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. സാർ തിരക്ക് കഴിഞ്ഞിട്ട് സാവധാനം വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്താണ് ഇത്? എന്താ സാർ? എടാ ഇതെന്താണ് ഇത്? ലോഡ്ജാണോ? ഇത് ലോഡ്ജ് ആണോ എന്ന് ചോദിച്ചാ ലോഡ്ജാണ്. ഉതുപ്പ് ലോഡ്ജ്. ഈ ഒരു മാട്ട ലോഡ്ജിനെ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഇത് വന്നവരും പോണവരും ഒക്കെ ഇത് മാട്ട ലോഡ്ജ് എന്ന് പറയുന്നത്. ജെന്നി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലോഡ്ജിന്റെ പേരങ്ങ് മാറ്റിയിട്ട് മാട്ട ലോഡ്ജ് എന്നാക്കാം. എല്ലാവരും പറയുന്നത് മാട്ട ലോഡ്ജ്. ഞാൻ ഇന്നും ഇന്നലെയല്ലോ ഹോട്ടലിൽ താമസിച്ചു തുടങ്ങിയത്. അങ്ങ് യൂറോപ്പില് അവിടുത്തെ ഹോട്ടലിൽ പറഞ്ഞ് ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ഫെസിലിറ്റീസും നിന്റെ ഈ മാട്ട ലോഡ്ജിൽ ഇല്ല. ഉണ്ട്. എല്ലാം മാത്രം പറയരുത്. സാധനം വന്നേ. എവിടെ കാണിച്ചാ? കാണുന്ന ഡോറില്ലേ, അത് തുറന്ന് അതിന്റെ അകത്ത് കയറിയാൽ അതിനകത്ത് യൂറോപ്പും ക്ലോസറ്റ് ഉണ്ട്. അതുപോലെ യൂറോപ്പിലെ ഫെസിലിറ്റി യൂസ് ചെയ്തോളൂ, ഫെസിലിറ്റീസ് ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അതിനകത്ത് ഞാൻ കയറാണ്. അതിനകത്ത് മൊത്തം പാറ്റയാണ്. മൊത്തം വരിഞ്ഞു കയറി എനിക്ക് കിരികിരാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതും പോട്ടെ, ആ ബാത്റൂമിൽ എങ്ങനെ കയറും? ഒരു ഫാമിലി വന്ന് ആ ബാത്റൂം എങ്ങനെ യൂസ് ചെയ്യും? എന്താണ് സാർ പ്രശ്നം? ഇവിടെ ആ ബാത്റൂമിനകത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്തുള്ള റൂമിലെ ബാത്റൂം എനിക്ക് കാണാം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാണാൻ ഞാൻ കണ്ടല്ലേ. 5-5 അടി പൊക്കത്തിലാണല്ലോ അതിന്റെ ഇത് പണിതേക്കണം. അപ്പൊ ഒരു രീതിയിലും അത് കാണാൻ പറ്റില്ല. എനിക്ക് കാണാന്ന് പറഞ്ഞില്ലേ. എങ്ങനെ? അത് നമ്മൾ ആ റൂമിൽ കിടക്കുന്ന വലിയ മേശയില്ലേ, അതെടുത്ത് ഞാൻ ബാത്റൂമിൽ ഇട്ടു. എന്നിട്ട് ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചു. എന്നിട്ട് ബാത്റൂമിനകത്ത് ബക്കറ്റ് ഇല്ലേ, അതെടുത്ത് കമത്തി വെച്ചു. എന്നിട്ട് ചെറിയ മഗ്ഗും എടുത്ത് ഇങ്ങനെ കമത്തി വെച്ചു. അവിടെ ഒരു ചില്ല് ഗ്ലാസ് ഉണ്ട്, അതും കൂടെ എടുത്ത് കമത്തി വെക്കാൻ പറ്റായിരുന്നു. അയ്യോ, കയറുന്ന കുപ്പിച്ചില്ല, കാലിൽ പൊത്തു കയറും. അങ്ങനെ കുന്തക്കാലിൽ ഒന്ന് എത്തി നോക്കിയപ്പോ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാം. സത്യമായിട്ടും. അത് ശരി. അപ്പൊ ഇതിലൊക്കെ ഡിപ്ലോമ എടുത്തവനാണല്ലേ? ഞാൻ അറിയാൻ പാടില്ല. സാർ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളല്ലേ? സാർ ഇവിടെ ഈ ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് സംഭവം വേറെ ഒന്നും അല്ല. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണുള്ള പുഴ. അവിടെയാണ് ആ പരിസരത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കുളിക്കാൻ പറഞ്ഞത്. അപ്പൊ അവരാണെങ്കിൽ ഒരേ പരാതി. കുളിക്കണേന അല്ല, ഞാൻ ഒളിഞ്ഞു നോക്കണുണ്ട്. പെണ്ണും പിള്ളേരുടെ അടുത്ത് പറഞ്ഞ അങ്ങനെ വിഷയമായി. അങ്ങനെ അതുകൊണ്ട് 2 ദിവസം ഇവിടെ വന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് നോക്കിയാണ് ഇതുള്ളത്. വിട്ടോ. അപ്പൊ എന്റെ നെക്സ്റ്റ് ഷോർട്ട് ടൈം തുടങ്ങാറായി. എന്ത് ചെയ്യുന്നു റജനി? ഓരോരുത്തന്മാരൊക്കെ വന്നതിച്ചു. എങ്ങനെ? അല്ല, അവനൊക്കെ എന്ത് ഓരോരുത്തരുടെ ഓരോ ഇതല്ലേ. നമ്മളൊന്ന് പുറത്ത് 5 നക്ഷത്രം നോക്കിയിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലാ, ഉതുപ്പ് ലോഡ്ജ്. പിന്നെ ഇത് തന്നെ റൂം എടുക്കാൻ വന്നതാ. ലില്ലിക്കുട്ടിയെ, ഇങ്ങ കയറി വാടി. ഇത് തന്നെ സ്ഥലം. അത് കൊള്ളാലോ. എല്ലാടി എല്ലാ പ്രശ്നം എന്നാ? നമ്മൾ ഓട്ടോയിൽ കയറിയപ്പോ ആ ചെറുക്കൻ എന്നാ പറഞ്ഞത്? ഓട്ടോക്കാരൻ എന്നാ പറഞ്ഞ? മീറ്ററിന് കാശ് കൊടുക്കണോന്നല്ലയോ? എന്നിട്ട് ഞാൻ കാശ് കൊടുത്തിട്ട് അവൻ എനിക്ക് മീറ്റർ തന്നില്ല. തന്നില്ലേ? നിന്നെ പിടിച്ചോളാം, പിന്നെ എടുത്തോളാം. കണ്ടോളാടാ. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പറ്റിയൊരു പരിപാടിയൊന്നും ഇല്ല. അല്ല, ഇത് എനിക്ക് മനസ്സിലായില്ല, അതാണ് ചോദ്യം. ഞങ്ങളാ മറ്റേ കൊക്കോത്തോട്ടത്തിലെ രാജു പറഞ്ഞിട്ട് വന്നാ. കൊക്കോത്തോട്ടത്തിലെ രാജു? കൊക്കോത്തോട്ടത്തിലെ രാജു വിളിച്ചായിരുന്നു. തള്ള ഒന്ന് പതുക്കെ പറ, ഞങ്ങൾക്ക് കേക്കാം. കേക്കാവോ? പിന്നെ ഇത് പതുക്കെ ഇവള് പറഞ്ഞ, ഇതല്ല ഇവളുടെ സൗണ്ട്. ആണോ? ഞങ്ങളെ ആ പഞ്ചായത്തിൽ നിന്ന് വന്നതാ, രാജു പറഞ്ഞു വിട്ടിട്ട്. കൊക്കോത്തോട്ടത്തിലെ രാജു എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചിരുന്നു? അയ്യോ, കൊക്കോത്തോട്ടത്തിലെ രാജുവിനെ അറിയത്തില്ലയോ? ഞാൻ എങ്ങനെ അറിയും? എന്റെ കർത്താവേ, ഞങ്ങളുടെ നാട്ടിൽ ഇലക്ഷന് 2 പേര് മത്സരിക്കാൻ നിന്നപ്പോ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച് ഇപ്പൊ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ആളാ കൊക്കോത്തോട്ടത്തിലെ രാജു. രാജുവിന്റെ ചിഹ്നം എന്നാന്ന് അറിയാവോ? ഇല്ല. മനസ്സിലായോ? മനസ്സിലായോ? രാജു വിളിച്ചായിരുന്നു. ചേട്ടാ രാജു വിളിച്ചിട്ടുണ്ടായി.
ആണോ? ആ ശരി, ഞാൻ മറന്നു കേട്ടോ. ഏത് മറ്റേ ആ കൂപ്പൺ അടിച്ചു? ആ, അത് തന്നെ. ഓ, മനസ്സിലായി. നിങ്ങൾ ഈ ദമ്പതിമാർക്ക് ഒരു ദിവസം സൗജന്യ താമസം 5 സ്റ്റാർ ഹോട്ടലിൽ. നല്ല കർഷകർക്കുള്ള അവാർഡ് മേടിച്ചതിന് കിട്ടിയതാ. അതിവിടെ തന്നെ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊക്കത്തോട്ടത്തിലെ രാജു അവിടുത്തെ മെമ്പറല്ലേ? എനിക്ക് ആദ്യം പറഞ്ഞപ്പോ മനസ്സിലായില്ല. അയ്യോ, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ കണ്ടിട്ടില്ല, വിളിച്ചപ്പോ പറഞ്ഞതാ. നല്ല രസമാണ് കാണാൻ. 6 അടി പൊക്കം, നീണ്ട മൂക്ക്, ഇവിടെ ഒരു മറുകൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് വലിയ കാര്യം സാധിക്കാനില്ലല്ലോ. ചേച്ചി ഒരു മിനിറ്റ്, എന്നാ ആ പ്രൂഫ് ഒന്ന് കാണിക്കേണ്ടി വരും. ഞാൻ അത്തരം കാര്യമൊന്നുമല്ല. മെനകാട് പറയുന്നോ? പ്രൂഫോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. അതല്ല പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ ഐഡിയ ഉണ്ടോ? എന്റെ കാര്യം ദാണ്ടെ മലവെള്ളം ഇങ്ങനെ നിലത്തോട്ടങ്ങ് ഒഴുകി ഞങ്ങളുടെ പുരയിടം മുഴുവനും വെള്ളം കെട്ടിയപ്പോ 4 കൊക്കോ മരം വലിയ വടംവയറെടുത്ത് കെട്ടി വലിയ തെങ്ങയിലോട്ട് പിടിച്ച് കെട്ടിയ ആളാ ഇച്ചായൻ. എന്നിട്ട് ആ തെങ്ങ് വളർന്നിട്ട് അതിൽ നിന്ന് 4 നാളികേരം പറിച്ചവനാണ് ഈ ഞാൻ. ഇച്ചായന്റെ ഒന്നാമത്തെ ഐഡിയ. പിന്നെ ആ കൂന്താലി എടുത്ത് ഈ വെള്ളം മുഴുവൻ ചാലുകീറി വെട്ടി അപ്പുറത്തെ പറമ്പിൽ കൂടെ പുഴ പോലെ ഒഴുക്കി വിട്ടത് ഇച്ചായന്റെ രണ്ടാമത്തെ ഐഡിയ. അതാണ് വാഴച്ചാൽ. അതെ, ആ ചാലിന് പേര് വാഴച്ചാൽ. അതാണോ വാഴച്ച? അത് തന്നെ. ചേട്ടാ ഇതൊന്നും അല്ല ചോദിച്ചത്. നിങ്ങൾ ഒരു ഒപ്പിട്ടിട്ട് പൊക്കോ. ആ കീ അങ്ങ് എടുത്തോളൂ. ഒപ്പിടറേ കേട്ടോ, ഒരു ഒപ്പിട്ടു. ആണ്ട നീയാണോ ഒപ്പിടാൻ പോണേ? എന്നാ? ഇന്ന് ചിരിച്ചു വീഴും. അതിനാ? ഒന്നും പറയരുതെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൊച്ചിന്റെ റിസൾട്ട് വന്നു. അപ്പൊ അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ടീച്ചർമാർ. അത് പറഞ്ഞു കൊടുക്കും. പിന്നെ പറയാതെ എങ്ങനെയാടി? ഇവളൊരു ഒപ്പിട്ട് കൊടുത്ത് ടീച്ചർമാർ അന്ന് മുഴുവൻ ചിരിയായിരുന്നു. ECG റിസൾട്ട് ആവണമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ആളാണ് ഒപ്പിടാൻ പോണത്. ഞാനങ്ങ് ഇട്ടാ മതി. ഇട്ടോ, ഇട്ടോ. ചെല്ല്. ഇതൊക്കെ നിസ്സാര സംഭവല്ലേ? എവിടെയാ അത്? അതെ, ഇവിടെ ഇവിടെയാണോ? റൂം എടുത്ത ഉടനെ ഉറങ്ങാൻ പോവാണോ? അതിനാ കുരിശ് വരച്ചു വെച്ചു. സാധാരണ ഞാൻ ഷൂ ഇടും. എനിക്ക് 5 ഒപ്പുണ്ട് ശരിക്കും. ആണോ? ആ, ഇത് 1 ഇട്ടിട്ടുള്ളൂ. മതിയായിരുന്നു. അതെ. നിങ്ങളുടെ റൂം ഇവിടെ തന്നെ. ഇതാണ്. ആ, പിന്നെ ആ. ജനലുണ്ടല്ലോ അല്ലേ? ജനലുണ്ട്, ജനൽ. എനിക്ക് തുപ്പണം. ഉറുക്കി തുപ്പുവേ. ചേട്ടാ അങ്ങനെയുള്ള ശീലം ഒന്നും ഇവിടെ പറ്റില്ല. ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആണെന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ മുറുക്കി തുപ്പിയ. അല്ല, മുറുക്കി തുപ്പി അവിടെ ഒരു പട്ടി പറ്റി കിടപ്പുണ്ട്, അതിന്റെ മേത്ത് വീഴില്ലേ? എന്റെ കർത്താവേ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ആ കടയിൽ കയറി ഇച്ചിരി ആപ്പിളും ഓറഞ്ചും മേടിച്ചോണ്ട് വരായിരുന്നു. അതിനാടി പെറ്റി കിടക്കുന്നിടത്തോട്ട് എങ്ങനെ കയ്യും വീശി വരുന്നേ? നിങ്ങൾ ആ റൂമിലേക്ക് ചെന്നു. സ്നാഗിയും ബേബി പൗഡറും മേടിക്കാൻ പറ്റായിരുന്നു. ഇത് ആരെ കൊടുത്തു? ചെലവ് കൂടുന്നുണ്ടോ നിനക്ക്? കർപ്പൂടിയാകത്ത തൊഴിച്ചാൽ ആ. എല്ലാം പേടിയാ. ഇതെന്താ? ഇത് താക്കോല, വെറുതെ ഇരിക്കട്ടെ, തുറന്നു കിടക്കുക. അടച്ചേ കേട്ടോ. എക്സ്ക്യൂസ് മീ, മോർണിംഗ് സാർ. അതെ, ഒരു റൂം വേണമായിരുന്നു. ആ റൂം താമസിക്കാനാണോ സാർ? അല്ല, വെണ്ട കൃഷി നടത്താനായിട്ടാ. റൂം പിന്നെ താമസിക്കാനല്ലോടൂ. മനുഷ്യ ഇവിടെ 100 കൂട്ടം പ്രശ്നമായിട്ട് കിടക്കുമ്പോഴത്തേക്ക് താമസിക്കാനാണെന്ന്. ഇന്നത്തെ കണി അത്ര ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തായിരുന്നു. ഓ, മണികണ്ഠൻ. മണികണ്ഠൻ. മണികണ്ഠ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കും. ഒന്നാമതേ പല പ്രശ്നങ്ങൾ കാരണം മരിച്ചാൽ മതി നടക്കുന്ന സമയമാണ്. അതെ അതെ. സാർ AC വേണോ നോൺ AC വേണോ? നോൺ AC മതി. ഫാൻ ഉണ്ടാകണം. ഫാനുണ്ടോ സാർ? ഇതിന് 1000 രൂപയാണ് ചാർജ്. 1200 ഇപ്പൊ തന്നെ. 200 രൂപ വെക്കേറ്റ് ചെയ്യുമ്പോ തിരിച്ചു വരും. ഇന്ന് 1000 രൂപ വെച്ചോ. എന്നത് എന്റെ അമ്മേ, ചാടണമെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണല്ലോ. കുത്തഴിഞ്ഞു പോയി. അറിഞ്ഞില്ല, കുത്തഴിഞ്ഞു പോയി. എന്റെ മുണ്ട് എന്റെ ചേട്ടാ ശല്യം ചെയ്യല്ലേ, ഒന്ന് എടുത്തിട്ട് പോ. ഞങ്ങളുടെ ജീവൻ. 1000 രൂപ കൊടുത്തിട്ടുണ്ട്. സാറിന്റെ റൂം ഇതാണ്. സാർ കയറിക്കോളൂ. ഒരു കീ കൊടുത്തോളൂ. ദൈവമേ, ഈ കാർപ്പറ്റൊക്കെ നേരെയാക്കണമെന്ന് ജെന്നിയോട് പറഞ്ഞതല്ലേ. സാർ കീ വെച്ചോളൂ സാർ. തുറന്നു കിടക്കാൻ അടച്ചോളൂ സാർ. എന്ത് ചെയ്യൂന്ന് പറ. ഈ പുള്ളി പറഞ്ഞു. ബാക്കി 200 വെച്ചോളൂ കേട്ടോ. വച്ചോളാം ഞാൻ കേട്ടോ. ഇത് 100 നീ എടുത്തോ, 100 എനിക്ക് തന്നെ. മനുഷ്യന്റെ കാര്യമല്ലേ, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ പോയിലോട്ട്. അതെ അതെ. ചില സമയത്ത് മരിച്ചാൽ മതി എന്നുള്ള തോന്നല. അതെ അതെ. ചിലർക്ക് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ മരിച്ചാൽ മതി എന്ന് തോന്നുന്നു. 200 റേറ്റ് എന്തല്ല മനുഷ്യനാലേ. ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമല്ലേ. ആ. പുള്ളി അങ്ങനെ പറഞ്ഞു. എന്ത് മരിച്ചാൽ മതി എന്നൊക്കെ? ഇത് ചുമ്മാ പറഞ്ഞായിരിക്കും. നമ്മളൊക്കെ സാധാരണ പറയണ പോലെ അങ്ങ് അത്രേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കില്ല. അതെ. ഈ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ റൂമിന്റെ അകത്ത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേര് ദോഷാവൂലേ? അതൊക്കെ ചേട്ടന് ചുമ്മാ തോന്നണല്ലേ? എനിക്ക് തോന്നണായിരിക്കും. ഞാൻ നോക്കട്ടെ, അയാൾ അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നോക്കട്ടെ. ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോവില്ലേ? എന്താണോ? ഒന്നുമില്ല. നാണയില്ല എനിക്ക്? ഇല്ല. ഉണ്ട്. ഒളിഞ്ഞോട്ടം നാണയില്ലേ? എത്ര വയസ്സായി? 53. 53 വയസ്സായിട്ട് ഈ ഒളിഞ്ഞോട്ടം നിർത്തിയിട്ടില്ലല്ലേ? ഇവിടെ മാന്യന്മാർ ഇവിടെ എങ്ങനെ താമസിക്കണോ? തന്നെയൊക്കെ സഹിക്കുന്ന കുടുംബത്തിനെ പറഞ്ഞാൽ മതിയല്ലോ.
ഒളിഞ്ഞു നോക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് 35 വയസ്സെന്നല്ലേ പറഞ്ഞേ? അത് പറഞ്ഞപ്പോ തിരിഞ്ഞു പോയത് 53, 35 ഉള്ളൂ. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മുടെ ഈ ലോഡ്ജ് പൂട്ടേണ്ടി വരും. സഹോദരാ, എന്തോ ഈ ഫാനിന് നല്ല ബലം ഉണ്ടല്ലോ അല്ലേ? സാറേ, ഈ റൂമിന് ഒരു കുഴപ്പമില്ല, ഫാനിന് നല്ല ബലമുള്ളതാണ്. ഒരാൾ തൂങ്ങി നിന്നാൽ പോലും ഒരു പ്രശ്നമില്ല. ഒരാൾ തൂങ്ങി നിന്നാൽ പോലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നല്ല ബലമുള്ള നല്ല ബലമുള്ള ഫാനാണ്. ഓക്കെ, ഫാനിന് ബലം ഉണ്ടല്ലേ? ഇവിടുത്തെ റൂമൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് സാർ കണ്ടിരിക്കുന്നത്. അയാൾ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ പുള്ളി ടെൻഷൻ അങ്ങ് മാറി. ഈ ഫാനിന് ബലമുണ്ടോന്ന് ചോദിച്ചാൽ അല്ല, അത് ബലമുണ്ടോന്ന് ചോദിച്ചായിരിക്കും. അല്ല, ചിലപ്പോ തൂങ്ങാനായിരിക്കും. എന്റെ ജെന്നിഫർ, ഇവിടെ ആരെങ്കിലും തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോട്ടലിൽ പൂട്ടേണ്ടി വരും. ഇവിടെ വേറെയുള്ള ആൾക്കാർ താമസിക്കാൻ മരത്തിൽ, അറിയാമോ? നിനക്ക് സമാധാനം പറയേണ്ടി വരും. ഈശ്വര, ഇയാള് അവിടെ. ഹലോ, ഓ, വിളിഞ്ഞു വെക്കാണല്ലേ? അതെ, ഞാൻ ഇതിന്റെ ആശാന്നല്ല. അല്ല, പുറകിൽ കൂടെ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ആൾക്കാർ പരാതി പറയും. ഞാൻ അങ്ങനെ നോക്കിയല്ലേ ഏട്ടാ. ഒരു ചെറിയ വിഷയമുണ്ട് ഇവിടെ. എന്തോന്ന്? ഈ റൂമിൽ ഒരാൾ റൂം എടുത്തു. അയാള് നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ തൂങ്ങി മരിക്കാൻ പോകുന്നു, ഫാനിന് ബലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. തൂങ്ങി മരിക്കാൻ പോകുന്നു. കൊതിയായിട്ട് പാടില്ല, കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എടോ, എങ്ങനെയെങ്കിലും അയാളെ രക്ഷപ്പെടുത്തണം. എന്താണ് നിനക്കാണ് പ്രശ്നം? കാരണം അയാൾ ഇവിടെ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടെ ഒരു പട്ടി പോലെ ഈ ലോഡ്ജിൽ കയറി വരും. അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഒരു കാര്യം, പോലീസിൽ എന്തെങ്കിലും അറിയിക്കാനുള്ള ഒരു വഴി. പോലീസിനെ വിളിച്ചു പറഞ്ഞു. അതെ, വിളിച്ചോ ചേട്ടാ, ഒന്ന് ഒരു കാര്യം ചോദിക്കാനാ. എടാ, ഞങ്ങള് പട്ടിക്കുഞ്ഞുമായിട്ട് ഇണങ്ങി ചേർന്ന് വന്നോളൂ. അയ്യോ ചേട്ടാ, ഒന്ന് വാ. ഇവൻ ആരാ പോലും? നല്ല ഇങ്ങ് അരുമയായിട്ടുള്ള വന്നേ, കുഞ്ഞ്. ഇങ്ങ് വന്നേ, ഒരു കാര്യം വന്നേ. ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്താ പോലീസിനെ വിളിച്ചോ? വിളിച്ചു. അതെ, ഈ ലോഡ്ജിൽ ഒരാൾ റൂം എടുത്തിട്ടുണ്ട്. അയാള് മരിക്കൂന്നൊക്കെ പറഞ്ഞാ പോയേക്കണം. എന്റെ ഭർത്താവേ, നമ്മളൊക്കെ തൂങ്ങേണ്ടി വരും കേട്ടോ. എന്റെ ദൈവമേ, നമുക്ക് ഇവിടുന്ന് പോകാവിച്ചായ. അവൻ എന്താ പറഞ്ഞേക്കണം? ഫാനിന് ബലമുണ്ടോ എന്നൊക്കെ ചോദിച്ചു പുള്ളി. അയ്യോ, തൂങ്ങുന്ന പരിപാടിയാണോ അവൻ? ഈ തൂങ്ങി പോകുന്ന പറയണ. എന്താ ഒരു മാർക്ക്? എന്താ അതിന് മാർഗാണെങ്കിൽ ഇവിടെ മാർഗം കളി കളിക്കും. പള്ളിയിലും പെരുന്നാളിലൊക്കെ ഞാൻ കളിക്കുമായിരുന്നേ. ഞാൻ പാട്ടും പാടും. പാട്ട് പാടുവോ? പാട്ടെന്ന് കേട്ടാ എനിക്ക് പ്രാന്താ സത്യത്തിൽ. ഇവളുടെ അപ്പനും ഭ്രാന്താ. പാട്ടെന്ന് കേട്ടാലോ? ചെങ്ങലക്കിട്ട ഭ്രാന്ത്. അതെ, ഒരു കയറ് കിട്ടാൻ വല്ല മാർഗം? അയ്യോ, കയറെന്തിനാ ചേട്ടാ? ചേട്ടൻ ഇങ്ങ് കയറ് വന്നേ. വേണമായിരുന്നു. കയറൊന്നും വേണ്ട. എല്ലാവർക്കും ഓരോരോ ചിന്തകളാ. മനുഷ്യന് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ തോന്നും. ആ കസേര എടുത്തേ ചേട്ടാ, ആ കസേര മാർഗം കളി കാണുന്നതിനൊക്കെ വല്ല വിരോധം ഉണ്ടോ? മാർഗം കളിയോ? എന്തെങ്കിലും ഉല്ലാസത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ചിന്തയൊക്കെ അങ്ങ് വിടും. ഒരു ലോഡ്ജിൽ താമസിക്കുന്ന എല്ലാരും കൂടെ ഒരു കൂട്ടായ്മ. ഒന്നുമില്ല, നിങ്ങൾക്കൊന്നുമില്ല. അടുത്ത് താമസിക്കുന്നവരാണോ? നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ആഘോഷമാക്കാവന്നേ. ഇത് കണ്ട കൈയടിക്ക ചേട്ടാ. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താ. അതെ അതെ. ഇപ്പൊ ഒരു സന്തോഷമായില്ല, അതെല്ലാം മറന്നുപോയില്ലേ? ഞാൻ വിചാരിച്ചു ലോഡ്ജ് റൂം എടുത്തതിന്റെ ശിക്ഷയുടെ ഭാഗമായിരിക്കും. അല്ല, ഇതിപ്പോ നമ്മളെല്ലാരും കൂടെ അടിച്ചു വിളിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാലോ ചേട്ടാ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ റൂമിൽ പോകട്ടെ. പൊക്കോ. വെള്ളമുണ്ടാണല്ലോ കൊടുത്തേ. ഇടലമുണ്ടല്ലേ ഇത്? നമ്മൾ മനുഷ്യർ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഡ്രസ് ചെയ്ത് കിടക്കണം. അത് എന്നാന്നറിയോ? കാരണവന്മാര് പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണോ. അതാണ് വേണ്ടത്. കാരണം നമ്മൾ വെള്ളം കൊണ്ട് കൊടുത്ത അതിലെന്തോ ഒരു വിഷയമാണ്. അയാൾ വായിക്കാനുള്ള പ്ലാനാണ്. എന്തെങ്കിലും ചെയ്തില്ല പ്രശ്നമാണ് ചേട്ടാ. കർത്താവേ, എന്ത് ചെയ്യുമെന്ന് പറ. അതെ, നിങ്ങളെയാലും ഒളിഞ്ഞു നോക്കുന്ന ആളല്ലേ, പിന്നെ ആ മേശയൊക്കെ പിടിച്ചിട്ട് വരാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതിൽ ഒളിഞ്ഞു നോക്കി അവൻ എന്നാ ചെയ്യണമെന്ന് അറിയാം. നീ ഇതിനകത്ത് ഒളിഞ്ഞു നോക്ക്. അല്ല, ഈ പുള്ളി ഒളിഞ്ഞു നോക്കത്തിന്റെ എക്സ്പോർട്ട്. പുള്ളി ആദ്യം ഒളിഞ്ഞു നോക്കട്ടെ. പിടിച്ചിട്ട് ബക്കറ്റൊക്കെ കാണിച്ചു. ചേട്ടനൊന്ന് ശ്രദ്ധിക്കുമോ? അത് എന്നെ കൊണ്ട് പറ്റൂല. ആള് കൂടി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇത് സഭാകമ്പമാണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ഒരു കാര്യം, ഞാൻ അപ്പുറത്തെ റൂമിൽ കയറിയിട്ട് ഒളിഞ്ഞു നോക്കാം. വേറെ ശല്യമല്ല. ഒരു കാര്യം, ലില്ലിക്കുട്ടിയും നീ ഈ റൂമിൽ നിന്ന് ഒളിഞ്ഞു നോക്കും. ഈ റൂമിൽ നിന്ന് ഞാൻ അവിടെ നീ അപ്പുറം പോ. എന്താ ചെയ്യണം? കിടക്കുന്നു. അത് പിന്നെ എടുക്കാം. ഒരാൾ എന്താ ചെയ്യണമെന്ന് തട്ടി മൂടാനായിട്ട് കൊക്കോക്ക ഉണ്ടാക്കാൻ പോവാണോ ഇവനെ? ഇന്ന് ഞാൻ അപ്പൊ ഒളിഞ്ഞു നോട്ടമാണ് പരിപാടി. ശരിയാക്കി തരാം. ചുമ്മാ നടക്കുന്നുള്ളെന്ന് ഒന്നും പ്ലാനിങ് ഇല്ല. ഹലോ, പ്ലാനിങ് ഇല്ലെന്ന്. ഒളിഞ്ഞു നോക്കുന്നല്ലോ. അയ്യോ, ഒളിഞ്ഞു നോക്കിയത്. സാറേ, ഓർത്തരൂടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിപ്പുണ്ട്. അതാണെന്നറിയാണ്ട് ഒളിഞ്ഞു നോക്കിയതാ.
ആത്മഹത്യ ചെയ്യുന്ന ഒളിഞ്ഞു നോക്കുന്നു കണ്ടോ? എടാ മിനിമം ഒരു കുളിസീനെങ്കിലും ഒളിഞ്ഞു നോക്കണ്ടടാ എന്റെ ഈ ചായ തല്ലി. ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഈ റൂമില് ഞാൻ ഇതിലെ ഒരു ബീറ്റിന് വന്നതാ അത് കണ്ടെന്നായാലും നന്നായി സാറേ, അതല്ല സംഭവം. അതായത് ഈ റൂം എടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ, പുള്ളി മരിക്കാൻ വേണ്ടി അവിടെ കിടക്കുക. ഇതിനകത്താ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ ലോഡ്ജിന് പ്രശ്നമാവും. നിങ്ങൾ കഥ വിളിച്ചു നോക്കാൻ മേലായിരുന്നോ കഥ സാറ് ചവിട്ടി പൊളിക്കും. ഞാൻ അയ്യോ പറ്റത്തില്ല കാലിന് കമ്പിയിട്ടേക്കോ വളയും അതിന് കൊടക്കമ്പിയാണ് കേട്ടോ. മുട്ടുകാല് കഴിഞ്ഞ് ഞാൻ അല്ല അതിനൊന്നും കുഴപ്പമില്ല. അല്ല എനിക്ക് പ്രശ്നമാ കമ്പിയാ ആണോ? ആ കമ്പി കാരണം കാലും മുടക്കാൻ പറ്റത്തില്ല നിങ്ങൾ എല്ലാരും കൂടെ കൂടി വിളിച്ചു ഞങ്ങൾ പൊളിക്കട്ടെ. നിങ്ങൾ വിളിക്കണം എല്ലാവരും കൂടെ ഇത് എല്ലാവരും പൊളിക്കാം. പ്രോത്സാഹിപ്പിക്കാം. ഞാൻ പ്രോത്സാഹിപ്പിക്കാം ആ, വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ. ആ. ഞാനിപ്പോ ചാവുവേ. ഞാൻ ചോര വാർന്നിപ്പോ ചാവുവേ. അകത്ത് കയറി. ആകാന്നോ? അകത്ത് കയറി പാടിക്കോ. ഞാനിപ്പോ ചാവൂ. താൻ ചാകാൻ വേണ്ടിയാണോ അകത്ത് കയറിയത്? ഞാൻ ചാകാൻ വേണ്ടി അകത്തേറി തന്നെയാണോ പറഞ്ഞേ? പിന്നെ താൻ ഫാൻ ബലോട്ടോ ചോദിച്ചില്ലേ? എടോ ഇതൊരു പഴയ നോട്ടല്ലേ? ആ ഫാൻ ഞാൻ കറങ്ങിയ സമയത്ത് വീണ്ടും നെഞ്ചത്ത് വീണ് ഞാൻ ചത്തു ഒന്ന് പേടിച്ചിട്ടില്ലേ ഞാൻ ഫാനിന് ബലമുണ്ടെന്ന് അപ്പൊ ചോദിച്ചു. പിന്നെ താൻ നീ പിന്നെ എങ്ങനെയാ പറഞ്ഞേ? മുണ്ട് കൊടുത്തിട്ട് ചത്ത കിടന്നാലും ചമഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. മുണ്ട് നമ്മൾ വൃത്തി കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അപ്പൊ നീ ചാകാൻ വന്നതല്ലേ? ഞാൻ ചാകാൻ വന്നതല്ല. ഞാനാണെങ്കിൽ 6-7 മാസം വാടക കുടിശ്ശിക കൊടുക്കാറുണ്ട്. ആ കുടിശ്ശിക തീർത്ത് കൊടുത്തില്ലെങ്കിൽ ആ വാടകക്കാരൻ എന്നോട് പറയും നിന്നെ ഞാൻ വീട്ടിൽ വന്ന് കൊല്ലുമെന്ന് പറഞ്ഞു. ആകെ കൊല്ലുമെന്ന് പേടിച്ച് ഞാൻ ഇവിടെ ഒന്ന് റൂമെടുത്തല്ലേ എനിക്ക് മരണത്തെ പേടിയാ. പണി പാളിയല്ല. ഞാനാണ് ഇയാൾ ചാകൂന്ന് ഓർത്ത് ആ 10-15,000 രൂപ വിലയുള്ള ആ ഡോറും ചവിട്ടി പൊളിച്ചു. ഇനി മുതലാളി വരുമ്പോ ഞാൻ എന്ത് സമാനം പറയും? എനിക്കറിയാം. ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാൻ പോവാ. സഹോദര ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. Masala